ഒരു പ്രോപ്പർ അഡ്വക്കേറ്റിനെ, അതായത് എഫിഷ്യന്റായ ഒരാളെ വെച്ച് കേസ് വാദിച്ചില്ല ചേട്ടനെന്നാ കേട്ടത്. ഈ ജീവപര്യന്ത ശിക്ഷ സത്യത്തിൽ മേടിച്ചെടുക്കുകയായിരുന്നു എന്നും പറഞ്ഞു. വക്കീലൊക്കെ ഉണ്ടായിരുന്നു. രക്ഷപ്പെടണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളത് നേരാ. എന്തിന്? അതൊരു കയ്യബദ്ധമായിരുന്നില്ലേ? അതും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ. അതിനല്ല ഇളക്കറി പിടിച്ചത്. ഈ പച്ചൻ എനിക്ക് വെറും ഒരു ഫ്രണ്ട് ആയിരുന്നില്ല സർ, കൂടെ പിറന്നവനായിരുന്നു. എന്ത് അബദ്ധത്തിന്റെ ആയാലും ഞാൻ കൊന്നതല്ലേന്നുള്ള ഈ MC പോൾ, അയാളുടെ മൊഴി ശരിക്കും ഐ വിറ്റ്നസ് അയാളായിരുന്നില്ലേ? നെഞ്ചുപൊട്ടി ഈ പച്ചൻ താഴെ വീണപ്പോ പോളേന്നാ ഞാൻ വിളിച്ചത്. അവൻ വാ തുറന്നത് ഈ സംഭവ സ്ഥലത്ത് അവൻ ഉണ്ടായിരുന്നു എന്ന് പറയല്ലേ എന്ന് പറയാനായിരുന്നു. പൊളിറ്റിക്കൽ ഇമേജ്. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത സമയമായിരുന്നു. അയാളുടെ മുന്നണിയുടെ ഊഴമാണ് വരുന്നത്. മന്ത്രിസഭയിൽ അയാൾക്ക് സ്ഥിരം റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. അതിലും വലുതല്ലോ എന്റെ നിരപരാധിത്വം തെളിയിക്കൽ. പിന്നെ ആ കുട്ടിയുള്ളത് അതിനെ വിസ്തരിച്ചു. പാവം, അമ്മയെ അപ്പൻ കൊന്നു, അപ്പനെ ഞാൻ കൊന്നു. അതിനെ കൊണ്ട് പറയിപ്പിച്ചെടുത്തത് അങ്ങനെയായിരുന്നു. അപ്പോ ഈ 10 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും പരോളിന് ശ്രമിച്ചില്ല അല്ലേ? ഇല്ല, കോട്ടയത്തിന് പോവാൻ മനസ്സനുവദിക്കുന്നില്ല. ഈപ്പച്ചന്റെ പ്രസൻസ് ഇല്ലാത്ത ആ പട്ടണത്തിൽ അവിടെ പോയി ഞാൻ എന്നാ ചെയ്യാനാ? ഇത് വളരെ കോയിൻസിഡന്റലാണ് സാർ ഈ കഥകളൊക്കെ ചോദിക്കാൻ കണ്ട ദിവസം. ഇന്ന് ആഗസ്റ്റ് 23. 10 വർഷം മുൻപ് ഈ ദിവസം നടക്കേണ്ടിയിരുന്ന ഒരു വിവാഹം ഉണ്ടായിരുന്നു. എന്റെ മോന്റെയും ഈപ്പന്റെ മോളുടെയും. അത് ഇന്നും നടന്നിട്ടില്ല. അതെന്തേ? കൊച്ചമ്മണി, ഈപ്പന്റെ ഭാര്യ, അവളുടെ വാശി, കെട്ടിയവനെ കൊന്നവന്റെ മോനുമായിട്ട് ബന്ധം വേണ്ടാന്ന്. അവളുടെ വിശ്വാസം ഈ ആലീസുമായിട്ടുള്ള എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് പോലും എന്റെ സപ്പോർട്ടിലായിരുന്നു. തിരുത്താൻ കഴിയില്ല ചിലരെ. എനിക്ക് ആ പിള്ളേരുടെ കാര്യം ഓർക്കുമ്പോഴാ. അവര് തിരിച്ചറിവ് വന്ന പ്രായം തൊട്ട് സ്നേഹിക്കാൻ തുടങ്ങിയവരാ. കൊതിയോടെ കാത്തിരുന്ന ഒരു ജീവിതം അത് ഇങ്ങനെയായിപ്പോയി. This poem begins with the image of a child sleeping innocently while a howling storm rages. The poet seems to wonder how the innocent, among them his daughter Annie, are to escape the wrath of coming times. He seems to suggest that it is very difficult for them to escape it. A great gloom is on his mind. Violence is raging nature. Roma! I've told you many times. ഇനി ഒരിക്കൽ കൂടി ഇത് ചെയ്യുവാന്നേ ഓർത്തോ. പിന്നെ നീ ആ ഫോൺ കാണുകയല്ല. മൈൻഡ് ഇറ്റ്. സോറി മാം. Sit. So, violence is raging nature. Whose phone is that? It's yours, ma'am. Sorry. Hello? ഞാൻ ക്ലാസ്സിലാ. എന്നതാ? I can't hear you. Hello? I can't hear you. Hello? Hello? Hold on a second. Hello? Hello? Jesus, ഇവരിത് എന്നാ ഭാവിച്ചോണ്ടോ? ഇയാൾ എന്റെ പണി കളയാനാണോ? ഈ തോട്ടത്തിൽ മരുന്നടിക്കുന്ന കുന്ത്രാണ്ടും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോ നിന്നെ ഞാൻ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നേ. അത് നീ കുരിശേ കിട്ടിയുള്ളൂ. അല്ലെങ്കിൽ തന്നെ ആ പ്രിൻസിപ്പൽ എന്നോട് കലിപ്പ. പ്രിൻസിപ്പലിന്റെ അമ്മൂമ്മയുടെ നായരുടെ മാമോദിസ. നീ എളുപ്പം ഒന്ന് വന്നിക്കരുത്. സാറാമ്മച്ചി ഒന്ന് വേഗം വാ. എന്നതായി കാണിച്ചേ? ഞാനൊരു 100 വട്ടം നീ പറഞ്ഞില്ലേ? പിന്നെ പറഞ്ഞ വണ്ടി ഓട്ടി. ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ.
ഇങ്ങോട്ട് വാടി പറഞ്ഞത്. Wow! 10th anniversary? യെസ്, നടക്കാതെ പോയ വിവാഹത്തിന്റെ മഹത്തായ 10ാം വാർഷികം. എടാ സുവേ, നടക്കാതെ പോയ വിവാഹത്തിന്റെ വാർഷികം, പിറക്കാതെ പോയ കുഞ്ഞിന്റെ നൂലുകെട്ടി, ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ എന്റെ സാറാന്റിയെ? സമയം കളയാതെ കൊളാബറേറ്റ് ചെയ്യാൻ നോക്കരുതോ? യോഗമാണ് മകനെ സുഗു, യോഗം. ഡേ, നമ്മുടെ കെട്ട് നടക്കാൻ ഈ ഞാൻ പറഞ്ഞ ഐഡിയ കേട്ടോ. പറയട്ടാ, ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞില്ലടാ, നീ പറഞ്ഞില്ലടാ. നിന്റെ അമ്മച്ചല്ലേ തടസ്സം, അതിനെ തട്ടിക്കളയാൻ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കാൻ നീ പറഞ്ഞല്ലേടാ. അയ്യോ, ഇച്ചായി എല്ലാ വചനം പറയരുത് കേട്ടോ. നീ പറയൂടാ, നീ നിന്റെ മുതലാളി രണ്ടും കണക്കാ. പെമ്പിള്ളേരെ വായി നോക്കാൻ ഓരോ കാരണവും പറഞ്ഞ് സാറാണ്ടി സാറാണ്ടി എന്ന് വിളിച്ച് നീ കോളേജിലോട്ട് വാ. നിന്നെ ഇനി ബോഡി കേട്ടില്ല. ചതിച്ചോ? അതെപ്പോഴാണ് നീ ഞാനറിയാതെ കോളേജ്? നിനക്കവിടെ ഏതാ കുറ്റി? ഇച്ചായ ചുമ്മാ പറയുവാ. ചുമ്മാതോ? ആ മാങ്ങാനത്തുള്ള ഹോമിയോ ഡോക്ടറിന്റെ മോളാ. ഓ, ആ വെളുത്ത എല്ലിച്ച്. അവിടെ ചേച്ചി ഒരുത്തില്ലായിരുന്നു, എന്നതാ സാലിയോ ഒരു ഉണ്ട? അതവളുടെ കസിനാ, ബാസ്കറ്റ് ബോൾ കളിക്കുന്ന. ഓക്കെ, ആ ഉണ്ടയുടെ പേരെന്നാ? ഷാനി. ഓ, ഈ ഇച്ചായന്റെ ഒരു കാര്യം, അത് താഴ്ത്തങ്ങാടിന്ന് വരുന്ന ആ കട്ടയല്ലയോ? ആ കറക്റ്റ്, അവളൊരു ഐറ്റമാണ് മഹനെ. വൃത്തിയിട്ടോമാര് കോട്ടയം ടൗണിലെ സകല പെമ്പിള്ളേരുടെ ഹിസ്റ്ററി ഈ രണ്ടെണ്ണത്തിനോടും ചോദിച്ചാ മതി. ദാ എനിക്ക് പോണം. നീ ആ കോപ്റ്ററിന്റെ ഡ്രൈവർ മൂർത്തിയെ കൂടെ വിളിക്കും. ഈ ദുഃഖത്തിന്റെ മധുരം കുറിച്ച് അവനും കൂടെ പങ്കിടട്ടെ. ഓ, ഡേ, ആ വിരൽ നീട്ടിക്ക്. ഈ കാണിക്കുന്ന ചില ത്രില്ലും തമാശകളൊക്കെ ഉള്ളൂ. ബോറടിച്ച് തീരുന്ന ജീവിതമാണ്. വെള്ളവടി അല്ലാതെ വേറെ ഒന്നും നേരാൻ വേണ്ട നടക്കുന്നില്ല. ഒരുമിച്ചൊരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഡിപ്രസ്ഡ് ആവില്ലായിരുന്നു. ഒരാശ്വാസം, നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടില്ലല്ലോ. അതെ, 10 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന അപ്പൻ ഒരു പിടിവാശി കാണിക്കുന്നതേ ഉള്ളൂ. നിന്റെ അമ്മച്ചിയുടെ ലൈഫും കഷ്ടമല്ലേ? എല്ലാം ഒരു രാത്രി കൊണ്ടാ. ആനി 9ാം വയസ്സിലാ 2 മരണങ്ങൾ കൺമുന്നില്ല. അവളുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊന്ന് പോയി കാണണം അവളെ. ഹോസ്റ്റലിൽ നിന്ന് 2 തവണയായി വാർഡൻ വിളിക്കുന്നു.